കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. UK-യിലെ സ്റ്റേറ്റ് പെൻഷൻ അടുത്ത വർഷം 400 പൗണ്ടിലധികം ഉയരും. BBC കണ്ട ഇന്റേണൽ കാൽക്കുലേഷൻ പ്രകാരം അടുത്ത ആഴ്ച പുറത്തുവിടുന്ന ശരാശരി വരുമാന കണക്കുകൾ പ്രകാരം സംസ്ഥാന പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഭൂരിഭാഗം പെൻഷൻകാരുടെയും ശീതകാല ഇന്ധന പേയ്മെന്റ് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ സംസ്ഥാന പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ലേബർ പദ്ധതികൾ ശൈത്യകാല ഇന്ധന പേയ്മെന്റുകൾ നഷ്ടപ്പെടുന്നവരെ സഹായിക്കില്ലെന്ന് കൺസർവേറ്റീവ് MPമാർ മുന്നറിയിപ്പ് നൽകി. 10,000-കണക്കിന് UK തൊഴിലാളികൾക്ക് ആമസോൺ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. ശമ്പളത്തിനും വ്യവസ്ഥകൾക്കും മേലുള്ള വിലപേശൽ അവകാശങ്ങൾക്കായി GMP ട്രേഡ് യൂണിയന്റെ ശ്രമം പരാജയപ്പെടുത്തിയതിനു ശേഷം 10,000-കണക്കിന് UK ജീവനക്കാർക്ക് ഏകദേശം 10% മൂല്യമുള്ള ശമ്പള വർധനവ് ആമസോൺ പ്രഖ്യാപിച്ചു. ഈ വർധനവ് ലൊക്കേഷൻ അനുസരിച്ച് മിനിമം വേതനം മണിക്കൂറിന് 13.5 പൗണ്ടിനും 14.5 പൗണ്ടിനും ഇടയിൽ ഉയർത്തുമെന്ന് ഓൺലൈൻ റീറ്റെയിലർ പറഞ്ഞു. കുറഞ്ഞത് 3 വർഷത്തെ സേവനമുള്ള ജീവനക്കാർക്ക് മണിക്കൂറിന് കുറഞ്ഞത് 13.75 പൗണ്ടിനും 14.75 പൗണ്ടിനും ഇടയിൽ ലഭിക്കും. ഡെലിവറി ഡ്രൈവർമാരും റീറ്റെയിലർമാരുടെ UK ഫുൾഫിൽമെന്റ് സെന്ററുകളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആമസോൺ ജീവനക്കാർക്ക് സെപ്റ്റംബർ 29 മുതൽ ശമ്പള വർധനവ് ബാധകമാകും. 1 മണിക്കൂറിന് 15 പൗണ്ട് മിനിമം വേതനവും മാനേജ്മെന്റുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അവകാശവും ആവശ്യപ്പെട്ട് GMP യൂണിയനുമായി സഹകരിച്ച് കവൻട്രിയിലെ തൊഴിലാളികൾ കഴിഞ്ഞ 18 മാസമായി നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ജീവനക്കാരുമായി നേരിട്ടുള്ള ബന്ധം പുലർത്താൻ താൽപ്പര്യപ്പെടുന്നുവെന്ന് വാദിച്ച് യൂണിയനുകളുമായി സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ആഗോള നയമാണ് ആമസോണിനുള്ളത്. UK-യിലെ തൊഴിലാളികളുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഒരു പാക്കേജിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകൾക്ക് അംഗീകാരം നേടുന്നത് എളുപ്പമാക്കുമെന്ന് ലേബർ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 2017 ജൂൺ 14 വെസ്റ്റ് ലണ്ടനിലെ നോർത്ത് കെൻസിംഗ്ടണിലെ ഗ്രൻഫിൽ ടവർ തീപിടുത്തത്തിൽ മരിച്ച 72 ആളുകളുടെ കുടുംബങ്ങളോട് മാപ്പ് പറഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. 1670-ലധികം പേജുകളുള്ള ഗ്രൻഫിൽ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 24 ഫ്ലോറുകളുള്ള ടവറിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് ആരംഭിച്ച തീപിടുത്തത്തിൽ 18 കുട്ടികളടക്കം 72 പേരാണ് അന്ന് മരിച്ചത്. ടവറിലെ താമസക്കാരുടെ സുരക്ഷയ്ക്ക് ഉത്തരവാദികളായ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചു. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിനു വേണ്ടി ക്ഷമാപണം നടത്തുകയും ഇത്തരമൊരു ദുരന്തം ഇനിയുണ്ടാകാതിരിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. റിപ്പോർട്ടിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുന്ന അദ്ദേഹം റിപ്പോർട്ടിൽ പേരുള്ള എല്ലാ കമ്പനികൾക്കും മന്ത്രിമാർ കത്തെഴുതുമെന്ന് പറഞ്ഞു. ഗ്ലെൻഫെൽ ടവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കമ്പനികളെ പബ്ലിക് കോൺട്രാക്ടുകളിൽ നിന്നും ബാർ ചെയ്യുമെന്നും കെയർ സ്റ്റാർമർ പറഞ്ഞു. മറ്റു കെട്ടിടങ്ങളിലെ മാരകമായ ക്ലാഡിംഗ് നീക്കം ചെയ്യുന്നതിനുള്ള നിയമപരമായ ആവശ്യകതകൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആഗോള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വരുത്തി നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ പദ്ധതികളുമായി UK ഹോം ഓഫീസ്. നിലവിലുള്ള മൾട്ടിപ്പിൾ എക്സാം ചോദ്യ മോഡലുകൾക്ക് പകരം UK ഹോം ഓഫീസ് ബ്രാൻഡഡ് മോഡലിൽ കൂടുതൽ ആഴത്തിലുള്ള ടെസ്റ്റിംഗ് രീതിക്ക് UK ഗവൺമെന്റ് ചിലവാക്കുന്നത് 1.13 ബില്യൺ പൗണ്ടാണ്. നിലവിലെ ഹോം ഓഫീസ് അംഗീകാരമുള്ള ഒന്നിലധികം ഏജൻസികൾ നടത്തുന്ന മാതൃകയ്ക്ക് പകരം ഒരേ ഒരു ഏജൻസി രൂപകൽപ്പന ചെയ്ത ഹോം ഓഫീസിന്റെ അധികാര പരിധിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഹോം ഓഫീസ് ബ്രാൻഡഡ് ടെസ്റ്റും അതോടൊപ്പം ലോകത്താകെ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനും വേണ്ടി 1.13 ബില്യൺ പൗണ്ടാണ് സർക്കാർ ചിലവാക്കാൻ പോകുന്നത്. ടെസ്റ്റിനായി ബുക്ക് ചെയ്യുക, ഫലം അറിയാൻ കഴിയുക, ഫിസിക്കൽ ടെസ്റ്റ് സെന്ററുകൾ, നിരീക്ഷകർ, ID വെരിഫിക്കേഷൻ സർവീസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഉപഭോക്താക്കൾക്കായുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. നിലവിൽ പിയേഴ്സൺ, ILTS, ട്രിനിറ്റി കോളേജ് ലണ്ടൻ എന്നിവരാണ് ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള SELTകൾ UK-യിൽ നൽകുന്നത്. ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും കാരണമാകുന്ന 2 പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഹാർവേഡ് ശാസ്ത്രജ്ഞരുടെ ഗവേഷണ റിപ്പോർട്ട് പുറത്ത്. പഞ്ചസാര കലർന്ന പാനീയങ്ങളും സംസ്കരിച്ച മാംസാഹാരവുമാണ് ഹൃദയാഘാതത്തിനും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുന്ന പ്രധാന ഭക്ഷണ വസ്തുക്കളെന്ന് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. വ്യത്യസ്ത ഇനം സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ കാർഡിയോവാസ്കുലർ രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കും ആഘാതത്തിനുമുള്ള സാധ്യത എത്രമാത്രം വർദ്ധിക്കും എന്ന് ബ്രിട്ടനിലെ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരിൽ നിന്നും ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരുന്നു പഠനം നടത്തിയത്. നേരത്തെ തന്നെ ഹൃദ്രോഗങ്ങളുടെ കാര്യത്തിൽ അതിയായി സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ പൊതുവെ പ്രധാന വില്ലന്മാരായി ചിത്രീകരിക്കാറുണ്ടെങ്കിലും അവ എല്ലാം തന്നെ ഒരുപോലെ അപകടകാരികളല്ല എന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറിച്ച് യോഗട്ട്, ഹോൾ ഗ്രെയിൻ ബ്രെഡ്, സേവറി സ്നാക്സ് എന്നിവ ഹൃദ്രോഗ സാധ്യത നേരിയ തോതിലെങ്കിലും കുറയ്ക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കളറിംഗ് ഏജന്റുകൾ, മധുരദായക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ എന്നിവ കൂടാതെ അൾട്രാ പ്രോസസ്ഡ് ഫുഡിനെ അപകടകാരിയാക്കാൻ മറ്റൊരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിൽ അമിതമായ അളവിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവയാണ്. എന്നാൽ ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നതിന്റെ നിർവചനം മാറ്റിയെഴുതണമെന്നാണ്. പല UPF ഇനങ്ങളിലും ആരോഗ്യത്തിനുതകുന്ന പോഷകങ്ങളുണ്ട്. ഇവ കാർഡിയോവാസ്കുലർ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും.
വെയിൽസിലെ ഉപയോഗശൂന്യമായ 2 ടൗൺ സെന്റർ പ്രോപ്പർട്ടികളിൽ നിന്ന് 4.5 ലക്ഷം പൗണ്ടിലധികം വിലമതിക്കുന്ന കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. പവിസിലെ വെൽഷ് പൂളിലെ ഉപയോഗശൂന്യമായ 2 കെട്ടിടങ്ങളിൽ നിന്ന് 550ഓളം ചെടികൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൃഷി ചെയ്തതിന് 27കാരനെയും 31കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ UK, യൂറോപ്പ്, US വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.